ദോഹ സമ്മേളനത്തിൽ ഇസ്രായേലിനെ കടന്നാക്രമിച്ച് ഖത്തർ പ്രധാനമന്ത്രി. ദോഹയ്ക്കെതിരായ ആക്രമണം ഭരണകൂട ഭീകരതയാണ്. ഈജിപ്തും യുഎസുമായി ചേർന്ന് സമാധാന ശ്രമങ്ങൾ തുടരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ആക്രമണം ഭീരുത്വവും വഞ്ചനയുമെന്ന് അറബ് ലീഗ് അധ്യക്ഷൻ പ്രതികരിച്ചു. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തണമെന്ന് OIC നേതാക്കൾ പറഞ്ഞു. ദോഹയിൽ നിന്ന് മുഹമ്മദ് അബ്ബാസ് ചേരുന്നുണ്ട്. അബ്ബാസ്, നാളെ ഉച്ചകോടി നടക്കാനിരിക്കെയാണ് ഇന്നിപ്പോൾ മന്ത്രിമാരുടെ മീറ്റിംഗ് നടന്നിരിക്കുന്നത്. എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു? മീറ്റിംഗിൽ എങ്ങനെയൊക്കെയാണ് പ്രതികരണങ്ങൾ? അടിയന്തര ഉച്ചകോടി നാളെയാണ് നടക്കുന്നത്. ഇസ്രായേൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ അടിയന്തര ഉച്ചകോടി. എന്നാൽ ഇന്ന് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ചേർന്നു. ഈ യോഗത്തിൽ പ്രധാനമായിട്ടും നാളത്തെ അടിയന്തര യോഗത്തിൽ അടിയന്തര സമ്മിറ്റിൽ ചർച്ച ചെയ്യേണ്ട കരട് പ്രമേയത്തെക്കുറിച്ചാണ് വിദേശകാര്യമന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയത്. അത് ഏത് വിധത്തിലാകണം, ഏതെല്ലാം തരത്തിൽ, എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് അവർ ചർച്ച ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പബ്ലിക്കല്ല, ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. സമ്പൂർണ്ണമായി അടച്ചിട്ട മുറിയിൽ തന്നെയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ വിവരങ്ങളോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നതിനെ കുറിച്ചോ ഒരു തരത്തിലുള്ള വിവരങ്ങളും വന്നിട്ടില്ല. ഒഫീഷ്യലായിട്ട് ഇത്തരത്തിലുള്ള വിവരങ്ങളൊന്നും അറിയിച്ചിട്ടുമില്ല. ഇങ്ങനെയായിരുന്നു ഇന്നത്തെ ഒരു മീറ്റിംഗ്. നമ്മൾ രാവിലെ 8 മണി മുതൽ തന്നെ ദോഹയിൽ അവിടുത്തെ മീഡിയ ഓഫീസിൽ നമ്മൾ സജീവമായിട്ടുണ്ടായിരുന്നു. ഓരോ സമയവും അപ്ഡേഷൻ നൽകിയിരുന്നു. എന്നാൽ ഇന്ന് വൈകുന്നേരം ഒരു പത്രസമ്മേളനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല. അപ്പോൾ അതിനർത്ഥം കൃത്യമായി ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദ തന്ത്രങ്ങളുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ ഒരു നയരൂപീകരണം ഈ യോഗത്തിൽ ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് തെളിയിക്കുന്നത്. ധന്യ.